വെൽക്കം ടു ടൈം ഫോർ ബാങ്ക് SSC മലയാളം യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഏപ്രിൽ ലാസ്റ്റ് വീക്കിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? India's Vice President C.P. Radhakrishnan announced the extension of the eligibility for OCI card for the Indian community. ഏത് കൺട്രിയിലേക്കാണ് ഈ OCI എന്ന് പറഞ്ഞിട്ടുള്ള കാർഡിന്റെ എക്സ്റ്റൻഷൻ ടുവേർഡ്സ് 6th ജനറേഷൻ? ഇവിടെ നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം എന്താണ്? വാട്ട് ഈസ് OCI? OCI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. നിങ്ങൾക്കറിയാം, SSC ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, ഏത് എക്സാമിനായാലും ഇന്ത്യൻ പൊളിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് സിറ്റിസൺഷിപ്പ്. ആ സിറ്റിസൺഷിപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ, ഇന്ത്യൻ ഡിസെൻഡൻസ് ആയിട്ടുള്ള ബാക്കി കൺട്രീസിൽ സിറ്റിസൺഷിപ്പ് നേടിയിട്ടുള്ള ആളുകൾക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന ഒരു കാർഡാണ് OCI കാർഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിസ അനിവാര്യമാണ്. അത് ഇന്ത്യയിലോട്ട് വരണം എന്നുണ്ടെങ്കിലും, അത് വേറൊരു സിറ്റിസൺ ഇന്ത്യയിലോട്ട്, ഒരു ഇറ്റാലിയൻ സിറ്റിസൺ ഇന്ത്യയിലോട്ട് വരണമെങ്കിലും, അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസണ് വേറെ ഏതെങ്കിലും US-ലോട്ടോ UAE-ലോട്ടോ പോകണമെങ്കിൽ വിസ വേണം, നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇന്ത്യൻ ഡിസെൻഡൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന ഒരു കാർഡാണ് OCI കാർഡ് എന്ന് പറയുന്നത്. ഇത് ഒരു വിസ പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ എൻട്രീസ് സാധ്യമാണ്. അതിന് ഗവൺമെന്റ് അതിന് പ്രത്യേക ആക്ട്സ് ഒക്കെ ഉണ്ട്. ഓരോ കൺട്രീസിനും അങ്ങനെ OCI കാർഡ് കൊടുക്കുന്നുണ്ട്. ഓരോ കൺട്രീസിൽ അവരുടെ സിറ്റിസൺസ്, ഇന്ത്യൻ ഡിസെൻഡൻസ് ആയിട്ടുള്ള സിറ്റിസൺസിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, 6th ജനറേഷനിലുള്ള ആളുകൾക്ക്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന ഏതാ? മാൽഡീവ്സ് ഉണ്ട്, ഫിജി ഉണ്ട്, ശ്രീലങ്ക ഉണ്ട്, മ്യാൻമാർ ഉണ്ട്, സൈഷൽസ് ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ കൺട്രീസ് നോക്കിയിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. OCI എന്താണെന്ന് അറിഞ്ഞാലും നമുക്ക് ഇവിടേക്ക് എത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ ഈ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് ശ്രീലങ്കയാണ്. ശ്രീലങ്കയിൽ ആക്ച്വലി ശ്രീലങ്കയ്ക്ക് OCI കാർഡ്, ശ്രീലങ്കൻ OCI ഹോൾഡേഴ്സിന് 4th ജനറേഷൻ വരെയാണ് ഗവൺമെന്റ് കൊടുത്തിരുന്നത്. ഈ തവണ അത് 6th ജനറേഷൻ വരെ എത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീലങ്കയിൽ ഒരുപാട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് അറിയാം. അതുപോലെ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് ഉള്ള കൺട്രീസ് ആണ് മാൽഡീവ്സ് ആയാലും ഫിജി. ഫിജിയിൽ ഒരുപാട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. പിന്നെ മ്യാൻമാറിലുണ്ട്, സൈഷൽസിലുണ്ട്. സൈഷൽസ് ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ അടുത്തുള്ള ഒരു ദ്വീപരാഷ്ട്രമാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ശ്രീലങ്കയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് ക്വസ്റ്റ്യൻ? Which country successfully test fired its Taimur air-launched cruise missile? Taimur എന്നുള്ള എയർ-launched cruise missile ഏത് കൺട്രിയാണ് സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർ ചെയ്തതെന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ വേർഡ് തൈമൂർ എന്നുള്ളൊരു വേർഡ് ഉണ്ട്. പിന്നെ നമുക്ക് എന്താണ്? ക്രൂയിസ് മിസൈൽ ആണ്. എന്താണ് ക്രൂയിസ് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്രൂയിസ് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസൈലിന്റെ ട്രജക്ടറി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു മിസൈൽ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ, മിസൈൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇതിപ്പോ ഒരു സർഫേസിൽ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഏതെങ്കിലും ഒരു പ്രിസിഷൻ പോയിന്റിൽ വന്ന് പതിക്കുകയാണ് ചെയ്യുക. ക്രൂയിസ് മിസൈൽ ആണെന്ന് പറഞ്ഞാൽ അത് അതിന്റെ ആ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ട്രജക്ടറി ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ക്രൂയിസ് മിസൈൽ ആണ്. തൈമൂർ എന്ന് പറഞ്ഞിട്ടുള്ള എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽ ഏത് കൺട്രിയാണ് സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർ ചെയ്തതാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസിൽ വരുന്ന ഇസ്രായേൽ ഉണ്ട്, ഇറാൻ ഉണ്ട്, ഇറാഖ് ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, UAE ഉണ്ട്. ഇതെല്ലാം ഏഷ്യൻ കൺട്രീസ് ആണ്. ഇവിടെ ഇറാൻ US ഇഷ്യൂ നടക്കുന്ന കാര്യം നമുക്കറിയാം. ഇസ്രായേലായിട്ടും പാലസ്തീൻ ഇഷ്യൂ നടക്കുന്നുണ്ട്. ബാക്കി ഇറാഖ് ഇറാന്റെ അടുത്തുള്ള ഒരു കൺട്രിയാണ്. UAE-യിലും കുറച്ച് ഇഷ്യൂസ് നടക്കുന്നുണ്ട് ഈ ഇറാൻ അമേരിക്ക ഇഷ്യൂ ആയി ബന്ധപ്പെട്ട്. പിന്നെ പാകിസ്ഥാനും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവർക്കൊക്കെ ക്രൂസ് മിസൈൽസ് വളരെ ആവശ്യമുള്ള കൺട്രീസ് ആണ് നമുക്ക് ഓപ്ഷൻസിലുള്ളത്. നമുക്ക് ഈ ഒരു തൈമൂർ എയർ ലോഞ്ച്ഡ് മിസൈൽ ഇറക്കിയത്, അത് ടെസ്റ്റ് ഫയർ ചെയ്തത് പാകിസ്ഥാനാണ്. ഇതിന്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 കിലോമീറ്റേഴ്സ് ആണ്. 600 കിലോമീറ്റേഴ്സ് ആണ് ഈ തൈമൂർ എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലിന്റെ റേഞ്ച് വരുന്നത്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ദ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ലോഞ്ച്ഡ് വിശ്വസൂത്ര വീവ്സ് ഓഫ് ഇന്ത്യ ഫോർ ദ വേൾഡ്, എ ഡിസൈനർ കളക്ഷൻ പ്രസന്റഡ് അറ്റ് ദ 61st ഫെമിന മിസ് ഇന്ത്യ. ഫെമിന മിസ് ഇന്ത്യ എവിടെയാണ് നടക്കുന്നതെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ വിശ്വസൂത്ര എന്ന് പറഞ്ഞിട്ടുള്ള മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനർ കളക്ഷൻ ആണ്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ തന്നെ 30 പ്ലേസസ് നിന്നുള്ള ഹാൻഡ്ലൂംസ് ആണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത്.
ഇൻക്ലൂഡിങ് കേരള കസവ് സാരി ഒക്കെ ഈ ഒരു ഫെമിന മിസ് ഇന്ത്യ പ്രോഗ്രാമിന് ഇതിന്റെ ഭാഗമായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നതെന്നാണ് ചോദ്യം വരുന്നത്. നമുക്ക് ഓപ്ഷൻസ് വരുന്ന അഹമ്മദാബാദ്, ജയ്പൂർ, പൂനെ, ഭുവനേശ്വർ ആൻഡ് ഹൈദരാബാദ് ആണ് വരുന്നത്. അപ്പോൾ വിശ്വസൂത്ര വ്യൂസ് ഓഫ് ഇന്ത്യ ഫോർ ദ വേൾഡ് ഡിസൈനർ കളക്ഷൻ എവിടെയാണ് ഇറക്കിയത്, അല്ലെങ്കിൽ ഒന്നും കൂടി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റിനിലോട്ട് വരികയാണെങ്കിൽ ഈ ഫെമിന മിസ് ഇന്ത്യ നമുക്കറിയാം, നമ്മുടെ മിസ് ഇന്ത്യനെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ഫംഗ്ഷൻ നടക്കുന്ന എവിടെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഭുവനേശ്വർ ആണ്. ഭുവനേശ്വർ, ഒഡീഷയിലെ ഭുവനേശ്വർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം. Which state declared the indigenous Khasi and Garo languages as the official languages of the state in addition to English? ഇംഗ്ലീഷിനെ കൂടാതെ ഖാസി, ഗാരോ എന്നുള്ള ലാംഗ്വേജസ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കിയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്നാണ് നമുക്കിവിടെ ചോദ്യം. ഇവിടെ ഈ രണ്ട് വാക്ക് കണ്ടോ, ഖാസി, ഗാരോ. ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആൻസർ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. ഈ ഖാസി, ഗാരോ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഹിൽസ് ഉണ്ട്. ആക്ച്വലി അത് മൂന്നെണ്ണമാണ്, ഖാസി, ഗാരോ ആൻഡ് ജയന്തി. അതിന് 3 ഹിൽസ് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുള്ള ഹിൽസ് ആണ്. അത് എവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ കണ്ടെത്താൻ പറ്റും. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്ഷൻസിലോട്ടും കൂടി പോവാം. നാഗാലാൻഡ് നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ വരുന്നുണ്ട്, പിന്നെ മണിപ്പൂർ വരുന്നുണ്ട്, സിക്കിം വരുന്നുണ്ട്, മേഘാലയ വരുന്നുണ്ട്, മിസോറാം വരുന്നുണ്ട്. വിച്ച് മീൻസ് ഇതെല്ലാം നമുക്ക് അറിയാം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ്. ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ ഈ ഖാസി ആൻഡ് ഗാരോ ഹിൽസ് ഏത് സ്റ്റേറ്റിലാണെന്ന് അറിഞ്ഞാൽ നമുക്ക് നേരെ അത് നമുക്ക് ആൻസർ കിട്ടും. ഖാസി, ഗാരോ ഈ ഹിൽസിലാണ് നമുക്ക് നമ്മുടെ ചിറാപുഞ്ചി ഒക്കെ ഉള്ളത്. ചിറാപുഞ്ചി ഒക്കെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആ ചിറാപുഞ്ചി ഒക്കെ ഉള്ള സ്ഥലം ഏത് സ്റ്റേറ്റ് ആണ്? നമുക്കറിയാം മേഘാലയാണ്. ഓക്കെ, മേഘാലയാണ് ഖാസി, ഗാരോ. അപ്പൊ മേഘാലയയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതായിരുന്നു? അപ്പൊ നമ്മളിവിടെ 2 സ്റ്റേറ്റ്മെന്റ് ആണ് പഠിക്കുന്നത്. മേഘാലയയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതായിരുന്നു? ഇംഗ്ലീഷ് ആയിരുന്നു. ഇംഗ്ലീഷിന്റെ കൂടെ അവർ ഖാസി, ഗാരോ എന്നുള്ള 2 ലോക്കൽ ലാംഗ്വേജസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഖാസി, ഗാരോ ആൻഡ് ജയന്തി എന്ന് പറഞ്ഞ 3 ഹിൽസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഏരിയാസ് ആണ് മേഘാലയയില്. ആ ഒരു ഏരിയയിലാണ് ഈ ഹിൽസ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ ഇൻഡിജിനസ് ട്രൈബ്സും ഉണ്ട്. ഈ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. ഖാസി ആൻഡ് ഗാരോ എന്നുള്ള ഈ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ബാക്കി ഓപ്ഷൻസ് ഒന്ന് നോക്കാം. നാഗാലാൻഡിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? നാഗാലാൻഡ് നമുക്കറിയാം, നാഗാലാൻഡിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയാണ്. ഇവിടെ ഈ സ്റ്റേറ്റ്സിനെല്ലാം അവരുടെ ഫസ്റ്റ് ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇംഗ്ലീഷും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് ഓർഡേഴ്സ് ഒക്കെ നിങ്ങൾ മേ ബി കണ്ടിട്ടുണ്ടാവും. ആ ഗവൺമെന്റ് ഓർഡേഴ്സ് ഒക്കെ നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് നമ്മുടെ സെക്കൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. അപ്പൊ അത് അവിടെ നാഗാലാൻഡിലോട്ട് വരുവാണെങ്കിൽ നാഗാലാൻഡിന്റെ ഫസ്റ്റ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. മണിപ്പൂരിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മണിപ്പൂരിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് മണിപ്പൂരിയാണ്. പക്ഷെ അതിന്റെ കൂടെ അവർ ഇംഗ്ലീഷും യൂസ് ചെയ്യുന്നുണ്ട്. സിക്കിമിലോട്ട് വരികയാണെങ്കിൽ സിക്കിം നേപ്പാളിന്റെ ഒക്കെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് മാപ്പ് ഇപ്പോൾ കാണാം. അപ്പോൾ ആ സിക്കിമീസ് ഭാഷയും വരുന്നുണ്ട്, നേപ്പാളി ഭാഷയൊക്കെ വരുന്നുണ്ട്. സെക്കൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് വരുന്നുണ്ട്. പിന്നെ മേഘാലയ നമ്മളോട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. മേഘാലയയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. ഇപ്പോൾ അതിന്റെ കൂടെ ഖാസി ആൻഡ് ഗാരോ എന്നുള്ള 2 ലാംഗ്വേജസും കൂടി ഒഫീഷ്യൽ ലാംഗ്വേജസിൽ വരുന്നുണ്ട്. മിസോറാമിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ എക്സാംസിന്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലത്തെ നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചർ എന്നുള്ള ഒരു ഏരിയ എന്നായാലും അവിടുത്തെ ജോഗ്രഫി ആയാലും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. അപ്പൊ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ള ഒരു കാര്യമാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ഒക്കെ എവിടെയാണ് കിടക്കുന്നത്, ഇതിന്റെ ജോഗ്രഫിക്കൽ സിഗ്നിഫിക്കൻസ്, പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് നമ്മൾ എന്തായാലും നോക്കണം എന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊക്കെയാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അരുണാചൽ പ്രദേശ് വരുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് നാഗാലാൻഡ് വരുന്നുണ്ട്. നാഗാലാൻഡ് ഞാൻ പറഞ്ഞു, നാഗാലാൻഡിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് ഞാൻ പറഞ്ഞു ഓൾറെഡി. പിന്നെ അതിന്റെ താഴെ മണിപ്പൂർ വരുന്നുണ്ട്, മിസോറാം വരുന്നുണ്ട്, ത്രിപുര വരുന്നുണ്ട്. ഇവിടെ ഏതാണ് രാജ്യം? മ്യാൻമാർ വരുന്നുണ്ട്. അപ്പൊ മ്യാൻമാറായിട്ട് അതിർത്തി പങ്കിടുന്ന സ്റ്റേറ്റ്സ് ഇതൊക്കെയാണ്. അരുണാചൽ പ്രദേശിൽ നമുക്ക് അരുണാചൽ പ്രദേശിൽ ഇവിടെ ചൈന വരുന്നുണ്ട്. അപ്പൊ ചൈനയും മ്യാൻമാറായിട്ടും അരുണാചൽ പ്രദേശ് അതിർത്തി പങ്കിടുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഭൂട്ടാൻ വരുന്നുണ്ട്. അപ്പോൾ അരുണാചൽ പ്രദേശ് നമുക്ക് ചൈനയായിട്ടും ഭൂട്ടാനായിട്ടും മ്യാൻമാറായിട്ടും അതിർത്തി പങ്കിടുന്ന ഒരു ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ നമ്മുടെ മേഘാലയ എവിടെയാണ് വരുന്നത്? മേഘാലയ നമ്മുടെ ബംഗ്ലാദേശിന്റെ മുകളിലായിട്ടാണ് മേഘാലയ വരുന്നത്.
ഇവരെല്ലാവരുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണ് നമ്മുടെ ആസാം എന്ന് പറയുന്നത്. ആസാമിലൂടെ ഒഴുകുന്ന റിവർ ഏതാണ്? ആസാമിലൂടെ ഒഴുകുന്ന റിവർ നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രഹ്മപുത്ര റിവർ ആണ് എന്നൊക്കെ നമുക്കറിയാം. പിന്നെ ഇവിടെ വെസ്റ്റ് ബംഗാൾ വരുന്നുണ്ട്, സിക്കിം ഇവിടെ വെസ്റ്റ് ബംഗാൾ ആയിട്ട് മാത്രമാണ്, ഒരു ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ട് മാത്രമാണ് സിക്കിമിന് അതിർത്തി പങ്കിടുന്നത്. പക്ഷെ നമ്മൾ സിക്കിമും കൂടി നമ്മൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ടോട്ടൽ നമുക്ക് 8 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണുള്ളത്. ഈ സിക്കിം ഒഴികെ ബാക്കിയുള്ള 7 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് 7 സിസ്റ്റേഴ്സ് എന്നാണ്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഒരു ജോഗ്രഫി വരുന്നത്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഖാസി ആൻഡ് ഗാരോ ലാംഗ്വേജസ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് മാറ്റിയ അല്ലെങ്കിൽ ആഡ് ചെയ്ത സ്റ്റേറ്റ് ഏതായിരുന്നു എന്നാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. മേഘാലയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? വിച്ച് നേഷൻ വിൽ സെൽ അഡ്വാൻസ്ഡ് വാർഷിപ്സ് ടു ഓസ്ട്രേലിയ ഇൻ എ $7 billion ഡീൽ? ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇതിന്റെ ഈ ഒരു കറക്റ്റ് ഫാക്ട് അറിയില്ലെങ്കിൽ പോലും അത്യാവശ്യം ജിയോ പൊളിറ്റിക്സ് അറിയുന്ന അല്ലെങ്കിൽ അത്യാവശ്യം പത്രം വായിക്കുന്ന ഒരാൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കാം. ഓപ്ഷൻസ് എന്തൊക്കെയാണ് വരുന്നത്? നമുക്ക് റഷ്യ വരുന്നുണ്ട്, ജപ്പാൻ വരുന്നുണ്ട്, ചൈന വരുന്നുണ്ട്, ഫ്രാൻസ് വരുന്നുണ്ട്, സിംഗപ്പൂർ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്ഷൻസ് വായിച്ചു എന്ന് മാത്രം. റഷ്യ ആവോ ഇതിൽ ആൻസർ? റഷ്യ ആവാനുള്ള ചാൻസ് ഉണ്ടോ? ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ കൺട്രിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? ഓസ്ട്രേലിയ കുറച്ചുകൂടി വെസ്റ്റിലോട്ട് അലൈൻ ചെയ്തിരിക്കുന്ന കൺട്രിയാണ്. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ കൺട്രീസ് ആയിട്ടുള്ള US ആയിട്ടൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ബന്ധമുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ റഷ്യ വരാനുള്ള ചാൻസ് കുറവാണ് ഇവിടെ. ഓക്കെ, റഷ്യ വരാനുള്ള ചാൻസ് കുറവാണ്. ഇനി നമുക്ക് ജപ്പാൻ അവിടെ നിൽക്കട്ടെ. തേർഡ് ഓപ്ഷനിലോട്ട് പോകാം. നമുക്ക് ചൈനയും ഓസ്ട്രേലിയയും തമ്മിൽ എങ്ങനെയാണ്? ചൈനയുടെ ഒരു ഇൻഫ്ലുവൻസ് ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ, IOR എന്ന് നമ്മൾ പറയും. ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ചൈനയുടെ ഒരു ഇൻഫ്ലുവൻസ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ചൈനയുടെ ഇൻഫ്ലുവൻസ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളത് എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ള ഒരു ഗ്രൂപ്പാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് Quad 4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ആരൊക്കെയാണ് Quad 4 നമുക്കറിയാം. നമുക്കിവിടെ ജസ്റ്റ് ഒരു മാപ്പാണ്. നമുക്കിവിടെ ഓസ്ട്രേലിയ ഉണ്ട്, പിന്നെ ജപ്പാൻ ഉണ്ട്, പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് അമേരിക്ക ഉണ്ട്, പിന്നെ ഇവിടെ നമ്മുടെ ഇന്ത്യ ഉണ്ട്. ഈ 4 കൺട്രീസ് ചേർന്നിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പിംഗ് ആണ് Quad 4 അഥവാ ക്വാഡ്രിലേറ്ററൽ 4 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഈ ഒരു മാപ്പിൽ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരു ക്വാഡ്രിലേറ്ററൽ ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പിങ്ങിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം. അപ്പൊ നമുക്ക് ഇവിടെ ചൈനയുടെ ഒരു ഇൻഫ്ലുവൻസ് ഞാൻ പറഞ്ഞിരുന്നു. ചൈനയുടെ ഒരു ഇൻഫ്ലുവൻസ് പറഞ്ഞിരുന്നു. അപ്പൊ ഈ ചൈനയുടെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ ഒരു ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലും പിന്നെ ഈ ഒരു സൗത്ത് ചൈന സീ പസഫിക് ഓഷ്യനിലും ഒക്കെ ചൈനയുടെ ഒരു ഇൻഫ്ലുവൻസ് വളരെ കൂടുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇൻഫ്ലുവൻസ് കൂടുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയ, പിന്നെ ജപ്പാൻ, USA ആൻഡ് ഇന്ത്യ, നമുക്കറിയാം ഈ കൺട്രീസിന് ചൈനയായിട്ട് അത്ര നല്ല ബന്ധം അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ചൈനയും റഷ്യയും തമ്മിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ബന്ധമാണ്. ഇപ്പോൾ റഷ്യ ആയിട്ട് എന്ത് ഇഷ്യൂ ഉണ്ടായാലും ചൈന റഷ്യനെ ബാക്ക് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. റഷ്യയും ചൈനയും ബാക്ക് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രൂപ്പിംഗ് ഉണ്ട്. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് തേർഡ് ഓപ്ഷൻ ചൈന ആവാനുള്ള ചാൻസും നമുക്ക് തള്ളിക്കളയാം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഫ്രാൻസ് ആൻഡ് സിംഗപ്പൂർ. ഫ്രാൻസിന് ഒരു ഓപ്ഷൻ ഉണ്ട്. ഫ്രാൻസ് വരാനുള്ള ചാൻസ് ഒക്കെ നമുക്ക് കാണാം. ഫ്രാൻസിന് വേണമെങ്കിൽ വരാം. ഫ്രാൻസ് ഒരു നമ്മുടെ ഒരു ഡിഫൻസ് ഡീലിംഗിലൊക്കെ ഉള്ള ഒരു കൺട്രിയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺട്രി. സിംഗപ്പൂർ അങ്ങനെ ഒരു ഡിഫൻസ് ഡീലിംഗോ അങ്ങനെ ഡീലിംഗ്സ് ഒക്കെ ഉള്ള ഒരു കൺട്രി അല്ല നമുക്ക്. ഇനി നമുക്ക് ആകെ ഇവിടെ വരുന്നത് ഫ്രാൻസ് ആൻഡ് ജപ്പാനാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈ Quad 4 മാത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ ആൻസറിലോട്ട് എത്താൻ സാധിക്കും. ഇവിടെ നമുക്കറിയാം Quad 4 എന്ന് പറഞ്ഞാൽ ഇന്ത്യ, USA, ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ ആണ്. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്? ഓസ്ട്രേലിയ ആയിട്ട് $7 billion ഡീല് സൈൻ ചെയ്ത കൺട്രി ഏതാണെന്നാണ്. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ജപ്പാനാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ? വിച്ച് കൺട്രി ലിഫ്റ്റഡ് ഇറ്റ്സ് ലോങ് സ്റ്റാൻഡിംഗ് ബാൻ ഓൺ lethal weapons exports recently, marking a shift from its post-war pacifist policy. Okay, post-war pacifist policy. ഏത് കൺട്രിയാണ് അവരുടെ ഒരു ലോങ് സ്റ്റാൻഡ് ബാൻ ഉണ്ടായിരുന്നു, എന്ത് ലീത്തൽ വെപ്പൺസ് ഒന്നും എക്സ്പോർട്ട് ചെയ്യരുത് എന്ന് പറയുന്നത്? പോസ്റ്റ് വാർ. ഏത് വാറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? നമുക്ക് ചോദ്യം കേട്ടാൽ തന്നെ അറിയാം, നമുക്കിത് World War II കുറിച്ചിട്ടാണ് പറയുന്നത്. World War II നമുക്കറിയാം ആക്സിസ് പവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കൺട്രീസ് ഉണ്ട്. ആരൊക്കെയാണ് ആക്സിസ് പവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള? ആക്സിസ് പവേഴ്സ് ആരൊക്കെയാണ് നമുക്കറിയാം?
ജർമ്മനി വരുന്നുണ്ട്, ജർമ്മനിയുടെ കൂടെ തന്നെ ആരാ വരുന്നത്? ഇറ്റലി വരുന്നുണ്ട്, ഇറ്റലിയുടെ കൂടെ ജപ്പാൻ വരുന്നുണ്ട്. ഓക്കെ, ഇവരാണ് ആക്സിസ് പവേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് അലൈഡ് പവേഴ്സ് ആണ്. അലൈഡ് പവേഴ്സ് ആയിട്ട് വരുന്നത് ബ്രിട്ടൻ വരുന്നുണ്ട്, ബ്രിട്ടൻ, ഫ്രാൻസ്, US, റഷ്യ, ചൈന അങ്ങനെയുള്ള കൺട്രീസ് ആണ് നമുക്ക് അലൈഡ് പവേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവർക്കാണ് ഇങ്ങനെ ഒരു ബാൻ ഉണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ചോദ്യം, വിച്ച് കൺട്രി ലിഫ്റ്റഡ് ഇറ്റ്സ് ലോങ് സ്റ്റാൻഡിംഗ് ബാൻ ഓൺ ലീത്തൽ വെപ്പൺസ് എക്സ്പോർട്സ് റീസെന്റ്, മാർക്കിംഗ് എ ഷിഫ്റ്റ് ഫ്രം ഇറ്റ്സ് പോസ്റ്റ് വാർ പെസിഫിസ്റ്റ് പോളിസി. അപ്പൊ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസിനായിരിക്കും മിക്കവാറും ഇങ്ങനെ ഒരു സംഗതി കിട്ടാനുള്ള സാധ്യത. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ബാൻ കിട്ടാനുള്ള സാധ്യത. അപ്പൊ നമുക്ക് അതിൽ ഏതൊക്കെ ഓപ്ഷൻസ് വരുന്നത്? സൗത്ത് കൊറിയ നമുക്ക് ഒഴിവാക്കാം, ഓസ്ട്രേലിയ നമുക്ക് ഒഴിവാക്കാം, തായ്വാൻ നമുക്ക് ഒഴിവാക്കാം. പിന്നെ 2 ഓപ്ഷൻസ് ആണ് വരുന്നത്, ജപ്പാൻ ആൻഡ് ജർമ്മനി. എന്താണ് പെസിഫിസ്റ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജപ്പാന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന സ്പെഷ്യാലിറ്റി ഒരു പെസിഫിസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് നമുക്ക് പറയാം. അതായത് ആന്റൈ വാർ, ഒരു യുദ്ധത്തിന് എതിരായിട്ടൊക്കെ ഉള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ജപ്പാന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ പെസിഫിസ്റ്റ് എന്നുള്ള ഒരു വാക്ക് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ആൻസറിൽ എത്താൻ പറ്റും. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ജപ്പാനാണ് വരുന്നത്. ഇപ്പോൾ ജർമ്മനിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ജർമ്മനിക്കും ഇങ്ങനെ കുറച്ച് ബാൻസ് ഉണ്ട്, ലീത്തൽ വെപ്പൺസ് എക്സ്പോർട്ട് ചെയ്യാൻ ബാൻ ഉണ്ടായിരുന്നു. ജപ്പാനും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ജപ്പാൻ ഇപ്പോൾ അവരുടെ ഒരു ഷിഫ്റ്റ് കാണാം നമുക്ക്. അവർ ഡിഫൻസ് മാനുഫാക്ചറിംഗിലേക്ക് ഇറങ്ങുന്നതും അവരുടെ ഒരു പോളിസി അവർ ചേഞ്ച് ചെയ്തിട്ട്, ആ പെസിഫിസ്റ്റ് പോളിസി ചേഞ്ച് ചെയ്തിട്ട് അവർ ഡിഫൻസ് എക്സ്പോർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് നമുക്ക്. അപ്പൊ ആൻസർ നമുക്ക് വരുന്നത് ജപ്പാനാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ന്യൂലി അനൗൺസ്ഡ് റോഡ് ബ്രിഡ്ജ് ഓവർ ദ ട്യൂമൻ റിവർ വിൽ കണക്ട് റഷ്യ വിത്ത്. ട്യൂമൻ റിവർ റഷ്യയും പിന്നെ ഏത് കൺട്രി ആയിട്ടാണ് ഒരു റോഡ് ബ്രിഡ്ജ് അനൗൺസ് ചെയ്തേക്കണേ? റഷ്യ ഏത് കൺട്രിയിലോട്ടാണ് ഇങ്ങനെ റോഡ് ബ്രിഡ്ജ് കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് ഇവിടെ നമുക്ക് ചോദ്യം വരുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ചൈന വരുന്നുണ്ട്, മംഗോളിയ വരുന്നുണ്ട്, കസാക്കിസ്ഥാൻ വരുന്നുണ്ട്, നോർത്ത് കൊറിയ വരുന്നുണ്ട് ആൻഡ് സൗത്ത് കൊറിയ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പത്രം വായന എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. പത്രം വായന കറണ്ട് അഫയേഴ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പത്രം വായിക്കുമ്പോൾ നിങ്ങൾ വരുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ കൺട്രീസ് ആയിക്കോട്ടെ, സിറ്റീസ് ആയിട്ടുള്ള അത് എവിടെയാണെന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. നമ്മളത് പണ്ടൊക്കെ അറ്റ്ലസ് സ്ഥിരം വേണമെന്ന് പറയാറുണ്ട്. ഇപ്പൊ നമുക്ക് ഫോൺ ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പ് എടുക്കുക. ഗൂഗിൾ മാപ്പ് എടുത്ത് ഇപ്പൊ നമ്മൾ ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ചൈന എവിടെയാണ്? ചൈനയുടെ നെയ്ബറിംഗ് കൺട്രീസ് എവിടെയാണ്? ചൈനയുടെ അടുത്ത് റഷ്യ കിടക്കുന്നുണ്ട്, മംഗോളിയ കിടക്കുന്നുണ്ട്, ഇന്ത്യ ആയിട്ട് ചൈന അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ നമുക്ക് ചിന്തിക്കണം, ഇന്ത്യ ആയിട്ട് അതിർത്തി പങ്കിടുന്നത് എന്ന് പറയുമ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആയിട്ടാണ് ചൈന ആയിട്ട് അതിർത്തി പങ്കിടുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, അരുണാചൽ പ്രദേശ് ആയിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്, ജമ്മു ആൻഡ് കാശ്മീർ ആയിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണെന്ന് നോക്കണം. അപ്പൊ ഇത് സ്ഥിരം ചെയ്യുന്നതോടുകൂടി നമുക്ക് ആ ഒരു മാപ്പ് നമ്മുടെ തലയിൽ കയറും. ഇത് ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സ്ഥിരം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മാപ്പ് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഗുണം വരുന്നതിന് എക്സാം എഴുതുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ ഒരു ഗുണം വരിക. ഇത് ചെറിയൊരു കാര്യമാണ്, നമുക്ക് ഇത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ ഈ തന്നിട്ടുള്ള ഈ ഒരു ഓപ്ഷൻസ്, ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ തന്നെ നമുക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് നമുക്ക് ഒമിറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ചൈന, മംഗോളിയ, കസാക്കിസ്ഥാൻ, നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ, ഇത്രയും കൺട്രീസ് റഷ്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം. കാരണം റഷ്യയാണ് ഇവിടെ നമ്മുടെ ചോദ്യത്തിലുള്ള ഒരു കീവേഡ്. റഷ്യ കൂടെ ഒഴുകുന്ന ട്യൂമൻ റിവർ, ആ റിവറിൽ കൂടെ അക്രോസ് ചെയ്തിട്ട് ഏത് കൺട്രി ആയിട്ടാണ് ഒരു പാലം പണിതിട്ടുള്ളതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ചൈന റഷ്യ ആയിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. നമുക്ക് ചൈന എങ്ങനെ വരുന്നുണ്ട്, ഇവിടെ റഷ്യ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഞാൻ കറക്റ്റ് മാപ്പായിട്ടല്ല വരയ്ക്കുന്നുണ്ട്, ഒരു ഐഡിയ ആണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, ഇത് റഷ്യ നമുക്ക് ഇവിടെ കൊടുക്കാം, റഷ്യ, ഇത് ചൈന, ഏകദേശം ഇങ്ങനെയാണ് നോർത്ത് കൊറിയ വരുന്നത്. പിന്നെ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ ഇങ്ങനെ, നോർത്ത് കൊറിയയും സൗത്ത് കൊറിയ. അപ്പൊ സൗത്ത് കൊറിയ എന്ന് പറഞ്ഞ കൺട്രി നോർത്ത് കൊറിയ ആയിട്ട് മാത്രമേ ലാൻഡ് ബൗണ്ടറി ഉള്ളൂ. ഓക്കെ, സൗത്ത് കൊറിയക്ക് ചുറ്റും ഇവിടെ കടലാണുള്ളത്. നോർത്ത് കൊറിയക്ക് ആരൊക്കെയായിട്ടാണ് ലാൻഡ് ബൗണ്ടറി ഉള്ളത്? നമുക്കിവിടെ റഷ്യ ആയിട്ടുണ്ട്, ചൈന ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സൗത്ത് കൊറിയ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാം. സൗത്ത് കൊറിയ ഡസന്റ് ഹാവ് എ ലാൻഡ് ബൗണ്ടറി വിത്ത് റഷ്യ. ഓക്കെ, ബാക്കിയുള്ളത് നമുക്കറിയാം, ചൈന, മംഗോളിയ, കസാക്കിസ്ഥാൻ ആൻഡ് നോർത്ത് കൊറിയ, ഈ 4 കൺട്രീസും റഷ്യ ആയിട്ട് ലാൻഡ് ബൗണ്ടറി ഉണ്ട്. നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു ഓപ്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു മാപ്പിന്റെ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഞാനൊന്ന് പറഞ്ഞു തന്നതാണ്.
ഇനി നമുക്ക് ട്യൂമൻ റിവർ ഏതൊക്കെ കൺട്രീസ് കൂടിയാണ് ഒഴുകുന്നത്? ഈ ട്യൂമൻ റിവർ എന്ന് പറയുന്ന റിവർ റഷ്യ, ചൈന ആൻഡ് നോർത്ത് കൊറിയ ഈ 3 കൺട്രീസ് കൂടെ ഒഴുകുന്ന ഒരു റിവർ ആണ്. നമുക്കറിയാം ഇപ്പോ ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റഷ്യനെ ഒന്ന് സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോബൽ പവേഴ്സ് ആയിട്ടുള്ള US ബാക്കിയുള്ള UK ആയാലും ഫ്രാൻസ് ആയാലും അവരൊക്കെ നന്നായി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ റഷ്യ യുക്രൈൻ വാറിനൊക്കെ ശേഷം റഷ്യയായിട്ട് അവർ അത്ര നല്ല ബന്ധത്തിൽ അല്ല ഉള്ളത്. അപ്പൊ റഷ്യക്ക് ബാക്കി റഷ്യയുടെ അലൈസ് ആയിട്ടുള്ള ചൈന, നോർത്ത് കൊറിയ ഒക്കെ റഷ്യയുടെ ഒരു ലോങ് സ്റ്റാൻഡിങ് അലൈസ് ആണ്. അപ്പോൾ നോർത്ത് കൊറിയ റഷ്യയായിട്ട് അത്യാവശ്യം നല്ല ബന്ധം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ സ്ഥിരമായിട്ട് ന്യൂസ് വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാം. ഓക്കെ, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പുതിയ റോഡ് ബ്രിഡ്ജ്, നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ്? റോഡ് ബ്രിഡ്ജ് അക്രോസ് ദ ട്യൂമൻ റിവർ കണക്ട് റഷ്യ വിത്ത്, ആൻസർ ആയിട്ട് വരുന്നത് നോർത്ത് കൊറിയ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബാങ്ക് ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്, അതിന്റെ തീംസ് ഒക്കെ. അപ്പോൾ എന്താണ് ഇവിടുത്തെ ചോദ്യം? വാട്ട് ഈസ് ദ തീം ഓഫ് എർത്ത് ഡേ 2026? എർത്ത് ഡേ 2026ന്റെ തീം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയണേ, എർത്ത് ഡേ എന്നാണ് ആർക്കെങ്കിലും അറിയാവോ? എർത്ത് ഡേ എന്ന് പറയുന്നത് April 22 ആണ്. April 22 വേൾഡ് എർത്ത് ഡേ എന്നുള്ള ഡേ നമ്മൾ ആഘോഷിക്കുന്നത്. 1970 US-ലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. US-ൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഡേ ആണ് എർത്ത് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻവയോൺമെന്റ് വളരെ അപകടത്തിലാണ്. അപ്പൊ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ദിനം വേണം എന്നുള്ള ആവശ്യം ഭയങ്കരമായിട്ട് ഉയരുകയും ആ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്തൊരു ഡേ ആണ്. അപ്പൊ അതിന്റെ തീംസ് നമുക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. നമുക്ക് എന്തൊക്കെയാ ഓപ്ഷൻസ് നോക്കാം. റീസ്റ്റോർ അവർ എർത്ത്, ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്, പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ്, ക്ലൈമറ്റ് ആക്ഷൻ ഫോർ ഫ്യൂച്ചർ, അവർ പവർ അവർ പ്ലാനറ്റ്. ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ പത്രം വായിക്കുമ്പോൾ ഇങ്ങനത്തെ തീംസ് വരുമ്പോൾ അതൊന്ന് എഴുതി വെക്കണം. ഓരോ വർഷം വരുമ്പോൾ ആ തീംസ് മാറാറുണ്ട്. നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് അവർ പവർ അവർ പ്ലാനറ്റ് ആണ്. ഇത് 2025 തീമും ഈ സെയിം തീം തന്നെയായിരുന്നു. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അവർ പവർ അവർ പ്ലാനറ്റ് ആണ് എർത്ത് ഡേ 2026ന്റെ തീമും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് ഷേഖാജിൽ ബേർഡ് ലൈഫ്? ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഷേഖാജിൽ ബേർഡ് സാങ്ച്വറി. ഷേഖാജിൽ ബേർഡ് സാങ്ച്വറി റീസെന്റ് ഡെസിഗ്നേറ്റഡ് ആസ് റാംസാർ സൈറ്റ് ഈസ് ഇൻ ഏത് സ്റ്റേറ്റിലാണെന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് ഷേഖാജിൽ ബേർഡ് സാങ്ച്വറി ഇതാണ് നമുക്ക് ഇത് ഏത് സ്റ്റേറ്റിലാണെന്നാണ്, ഒരു ബേർഡ് സാങ്ച്വറി ആണ്, പക്ഷി സങ്കേതമാണ്. ഇത് ഏത് സ്റ്റേറ്റിലാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അതൊരു റാംസാർ സൈറ്റ് ആണ്. വാട്ട് ഈസ് എ റാംസാർ സൈറ്റ്? റാംസാർ നിങ്ങൾ ന്യൂസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത്, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞൊരു 6 months ഈ 2026 പ്രത്യേകിച്ച് റാംസാർ എന്നുള്ള വേർഡ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ന്യൂസിൽ കാണാൻ സാധിക്കും. ഓക്കെ, റാംസാർ, വാട്ട് ഈസ് റാംസാർ? റാംസാർ ആക്ച്വലി ഇറാനിലെ ഒരു സിറ്റിയാണ്. ആ ഇറാനിലെ സിറ്റിയിൽ വെച്ചിട്ട് സൈൻ ചെയ്ത ഒരു കൺവെൻഷൻ ആണ് റാംസാർ കൺവെൻഷൻ. ഓക്കെ, ഇറാനിലെ സിറ്റിയിൽ വെച്ചിട്ട് സൈൻ ചെയ്തിട്ടുള്ള ഒരു കൺവെൻഷൻ ആണ് റാംസാർ കൺവെൻഷൻ. ഏതാണ് ഇയർ? 1971 സൈൻ ചെയ്തിട്ടുള്ള കൺവെൻഷൻ ആണ് റാംസാർ കൺവെൻഷൻ. അപ്പോൾ റാംസാർ കൺവെൻഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? വെറ്റ്ലാൻഡ്സിന് വേണ്ടിയിട്ടാണ്. വെറ്റ്ലാൻഡ്സ്, ലഗൂൺസ് അങ്ങനെയുള്ള ഏരിയാസിന് വേണ്ടിയിട്ട്, അതിന്റെ കൺസർവേഷന് വേണ്ടിയിട്ട് സൈൻ ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റിയാണ് റാംസാർ കൺവെൻഷൻ. അങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് റാംസാർ സൈറ്റ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റ്സ് ഉള്ള കൺട്രി ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റ്സ് ഉള്ള, ഇപ്പൊ നമ്മുടെ കായലുകൾ അല്ലെങ്കിൽ നമ്മുടെ വയലുകൾ അതൊക്കെ വേണമെങ്കിൽ വെറ്റ്ലാൻഡ്സ് എന്ന് പറയാം. അങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എൻവയോൺമെന്റലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈറ്റ്സ് ആണ് റാംസാർ സൈറ്റ്സ്. അപ്പൊ റാംസാർ സൈറ്റ് ആയിട്ടുള്ള ഒരു ഡെസിഗ്നേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് എൻവയോൺമെന്റലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഷേഖാജിൽ ബേർഡ് സാങ്ച്വറി ഇപ്പൊ അടുത്താണ് അത് റാംസാർ സൈറ്റ് ആയിട്ട് ഡെസിഗ്നേഷൻ കിട്ടിയത്. അപ്പോൾ അത് ഏത് സ്റ്റേറ്റിലാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് രാജസ്ഥാൻ ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ബീഹാർ ഉണ്ട് ആൻഡ് ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്. അങ്ങനെ 5 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇത് എവിടെയാണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലാണ് ഷേഖാജിൽ ബേർഡ് സാങ്ച്വറി സിറ്റുവേറ്റ് ചെയ്യുന്നത്.
നമ്മൾ ഇന്ന് ഏപ്രിൽ ലാസ്റ്റ് വീക്കിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. സമയപരിമിതി മൂലം വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ സാധിച്ചുള്ളൂ. അപ്പൊ ഇനി വരുന്ന ഡേയ്സ് നമുക്ക് ഇനി ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി, നമ്മൾ ആ ടോപ്പിക് നമ്മൾ ഉൾപ്പെടുത്താം. കറണ്ട് അഫയേഴ്സിൽ പെർട്ടിക്കുലർലി ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാം ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.